നമ്മളൊപ്പമുള്ളത് ഈ ബിനു പുളിക്കണ്ടം, അദ്ദേഹത്തിന്റെ സഹോദരൻ ബിജു പുളിക്കണ്ടം എന്നിവരാണ്. ഇപ്പോൾ ഈ അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പാണ്, നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ എന്താണ് തോന്നുന്നത്? വലിയ സന്തോഷം തോന്നുന്നു. പിന്നെ ഞങ്ങളുടെ ജനഹിതമനുസരിച്ച്, പ്രത്യേകിച്ച് ഞങ്ങളെ ജയിപ്പിച്ചു വിട്ട അവരുടെ താല്പര്യമനുസരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചതിൽ വലിയ അതിയായ സന്തോഷമുണ്ട്. അതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. മകളിപ്പോൾ 21-കാരിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞത് തന്നെ ചെയർപേഴ്സണായി വരാൻ പോവുകയാണ്. വലിയ സന്തോഷമാണ്, ഇരട്ടി സന്തോഷമാണ്. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ ചെയർപേഴ്സൺ എന്നാണ് സാധിച്ചത്. മേയർ ഉണ്ടായിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നഗരസഭ ചെയർപേഴ്സൺ ഒരു പിതാവ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെന്ന രീതിയിൽ എനിക്കും എൻ്റെ സഹോദരനും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും, പ്രത്യേകിച്ചൊരു പിതാവ് എന്ന രീതിയിൽ എനിക്കുമൊക്കെ വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആ സന്തോഷം ഒരു വലിയ ഉത്തരവാദിത്വം ആണെന്നും കൂടി ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഞങ്ങളെല്ലാവരും. LDF-മായി ചർച്ച നടത്തി ആദ്യം, അതിനുശേഷമാണ് UDF ചർച്ച ഉണ്ടാകുന്നത്. എങ്ങനെയാണ് UDF-ന് പിന്തുണ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചത് BJP-യുമായിട്ടും LDF-ഉമായിട്ടും ഒക്കെയായിരുന്നു. UDF-ന് അവിടെ സ്ഥാനാർത്ഥി നിർത്താൻ സാധിച്ചിരുന്നില്ല. അതിനെ സംബന്ധിച്ചും തെറ്റിദ്ധാരണമായ പല വാർത്തകളും വന്നിരുന്നു. ഞങ്ങൾക്ക് പിന്തുണ നൽകി സ്ഥാനാർത്ഥി നിർത്താൻ. പക്ഷേ അതല്ല രാഷ്ട്രീയ യാത്ര, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഞങ്ങളുടെ പ്രദേശത്തുള്ളവർ, ഞങ്ങൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത്, ഞങ്ങളെ ജയിപ്പിച്ചു വിട്ട് ജനങ്ങളെ വിളിച്ചു ചേർക്കുകയത്. നിങ്ങൾക്കറിയാമായിരിക്കും, ഞങ്ങൾ ഈ 3 വാർഡുകളിൽ നിന്നായി ഏകദേശം 550-600 പേരെ വളരെ ചെറിയ ഷോർട്ട് നോട്ടീസിൽ ഇവിടെ വരികയും അവർ വളരെ വ്യക്തമായി അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൽ നേരിട്ട് മൈക്കിൽ കൂടി പറയാൻ സാധിക്കാത്തവർ രേഖാമൂലം എഴുതി തന്നു. അപ്പം അതാണ് ഞങ്ങളുടെ ഈ തീരുമാനത്തെ സ്വാധീനിച്ചതെന്ന് പ്രാഥമികമായിട്ട് പറയാം. അതിലുപരിയായി ഞങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നേട്ടങ്ങളോ ഒന്നുമല്ല ഞങ്ങൾ മാനദണ്ഡമാക്കിയത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന സ്വപ്നം, ഞങ്ങളുടെ പ്രദേശത്തായിക്കോട്ടെ നഗരസഭയിലായിട്ടെ, അത് പ്രാവർത്തികമാക്കാൻ ഏത് മുന്നണിക്കാണോ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ പിന്തുണ സ്വീകരിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് തുടക്കം മുതൽ ഞങ്ങൾ എടുത്തിരുന്നത്. ജനഹിതമനുസരിച്ചുള്ള തീരുമാനം എന്ന് തന്നെ പറയാനാണ് എനിക്കിഷ്ടം.